നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫേഹസ് മീഡിയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള നല്ലൊരു ഷിഫോൺ കേക്കാണ്. ഓറഞ്ച് ഫ്ലേവേർഡ് ഷിഫോൺ കേക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ഞാൻ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല, വാനില എസൻസോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഷിഫോൺ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കേക്ക് ഫ്ലോർ ആണ്. അപ്പോൾ പലർക്കും കേക്ക് ഫ്ലോർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആ ഒരു മെത്തേഡ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മൈദ ചേർക്കാം. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് എടുത്ത് മാറ്റണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണ് എടുത്ത് മാറ്റാം. ഇതുപോലെ 2 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റാം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് അതേ അളവിൽ, നമ്മൾ ആ എടുത്ത് മാറ്റിയ അതേ അളവിൽ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് ചേർത്തു. ഇതുപോലെ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. നമ്മളെപ്പോഴും ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് വേണം നമ്മൾ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് അരിച്ചെടുക്കാം. ഒരു കപ്പ് ഫ്ലോറിൽ നിന്ന് നമ്മൾ ആദ്യം 2 ടേബിൾ സ്പൂണ് എടുത്ത് മാറ്റിയിട്ട് അതേ മെഷർമെൻറ്റിൽ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്തത്. നമുക്ക് ഈ ഒരു കപ്പ് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പും ഒരു 3 ടേബിൾ സ്പൂണും മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കറക്റ്റ് റേഷ്യോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒരു കപ്പ് വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്യാം, ഈ കോൺഫ്ലവറൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഫ്ലോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ഫ്ലോർ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എടുക്കുന്നത് 1/2 കപ്പും 3 ടേബിൾ സ്പൂണും ഫ്ലോർ മാത്രമേ ഞാൻ ഇതിലേക്ക് ഈ കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളമൊക്കെ വേർതിരിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഇതിൽ ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും എഗ് വൈറ്റ് എടുക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയിൽ അതിൻ്റെ വൈറ്റിൽ ഒരു തരി പോലും ഈ മഞ്ഞയുടെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ അത് പ്രത്യേകിച്ച് നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 എഗ് യോക്ക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ നമുക്ക് എഗ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/3 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുക. നല്ല മധുരമുള്ള ഓറഞ്ച് ജ്യൂസ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള കേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് ചേർക്കാം. അപ്പോൾ ഇതിപ്പോൾ 1/2 കപ്പും 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ കേക്ക് ഫ്ലോർ. അപ്പോൾ ഈ ഒരു റെസിപ്പി കാണുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ ഇതിൽ വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മുട്ടയുടെ ഒക്കെ സ്മെല്ല് ഉണ്ടാവുമെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സംശയം വേണ്ട. അതിൽ നമുക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ
നമ്മുടെ കേക്ക് ഫ്ലോർ മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ സെസ്റ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതുണ്ടായിരുന്നു. അതിൻ്റെ യെല്ലോ പോർഷൻ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വൈറ്റ് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ 4 എഗ്ഗിൻ്റെ വൈറ്റ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ ഒരു അളവ് തന്നെ ഈ ഒരു കേക്കിലേക്ക് മതി. 1/3 കപ്പ് തന്നെ മതി. അപ്പോൾ അത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ലോ സ്പീഡിൽ ഇട്ടതിന് ശേഷം പിന്നെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നന്നായിട്ട് നല്ല സ്റ്റിഫ് പീക്ക് ആവണം. നമ്മളിപ്പോൾ ഈ കേക്കിനൊക്കെ ഐസിങ് ഒക്കെ ചെയ്തെടുക്കില്ല, വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്തെടുക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിലും നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് ഈ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്നുകൂടെ ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഇതാ നല്ല സ്റ്റിഫ് പീക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ഐസിങ് ചെയ്യുന്ന അതേ ഒരു മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത്രയും സ്റ്റിഫായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു എഗ് വൈറ്റ് ബീറ്റായി കിട്ടണം. അപ്പോൾ ഇനി നമുക്കിത് കേക്കിലേക്ക് മിക്സ് ചെയ്യാം. നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ഫ്ലോറിലേക്കാണ് ഞാൻ ഈ എഗ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറേശ്ശെ ആയിട്ട്, അല്ലാതെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് നമ്മുടെ എഗ് വൈറ്റ് ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പതുക്കെ സ്ലോലി നമ്മൾ വേണത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എഗ് വൈറ്റ് നമ്മൾ ഈ ഇത്രയും നമ്മൾ സോഫ്റ്റായിട്ട് നമ്മളിങ്ങനെ പൊന്തി വന്നതൊക്കെ താന്നു പോവും. അപ്പോൾ കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എഗ് വൈറ്റ് മൊത്തത്തിൽ ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, പതുക്കെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കേക്ക് ബാറ്റർ നല്ല പൊങ്ങിയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കേക്ക് ടീനൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ കേക്ക് ടീന് റെഡിയാക്കുമ്പോൾ ഈ നമ്മുടെ ഈ സ്റ്റിഫാക്കി വന്നതൊക്കെ താന്നു പോവും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാനിപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലത്തെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ചെറിയൊരു പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് ടീൻ ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാനിതിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡിലും ബട്ടർ പേപ്പർ വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ മൊത്തത്തിൽ ഒരു കേക്ക് ടീനിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കത്തിയുടെ തട്ടം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ടിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് ഒരേ ലെവലിൽ ഫ്ലാറ്റായിട്ട് പൊന്തി വരാനും എയർ ബബിൾസ് ഒക്കെ പോകാനും ഒക്കെ നല്ലതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ വാട്ടർ ബാത്ത് മെത്തേഡിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ട്രേയിൽ വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആ ട്രേയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഹോട്ട് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ പാനിൽ വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ കുക്കറിലോ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം. കുക്കറിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരു തട്ട് എന്തെങ്കിലും തരിക പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒരു നമ്മുടെ കേക്ക് ടീൻ ഇറങ്ങിയിരിക്കുന്ന വലിപ്പത്തിനുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ കുക്കറിലാണെന്നുണ്ടെങ്കിലും ഇതേ സെയിം മെത്തേഡിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് ഓവനിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം അങ്ങോട്ട് ഹോട്ട് വാട്ടർ കൂടി പോവരുത്, എന്നാൽ ഒറ്റ കുറഞ്ഞു പോവരുത്. കുറഞ്ഞു പോയാൽ നമ്മൾ കേക്ക് പൊന്തി വരില്ല.
അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 160 ഡിഗ്രിയിൽ ഞാനൊരു 1 ഹവറാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഏകദേശം ഒരു 35 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണിത്. ഇപ്പോൾ കണ്ട സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കേക്കാണ്. എനിക്കിത് ഐസിംഗ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാത്തത്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ ഒരു മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.